ഇന്നത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേ നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് കലി തോന്നി. ഇന്ന് നടന്ന സംഭവത്തിന് നമുക്കെന്താ പങ്ക്? ഇന്ന് നടന്ന സംഭവത്തിലില്ല. പക്ഷേ മമ്മി കേസ് കൊടുക്കാതിരിക്കാൻ കാരണം എന്താ? ടെൻഡറിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ച കള്ളത്തരല്ലേ? അതിനെ ചൊല്ലി ഏട്ടൻ വെല്ലുവിളിച്ചോണ്ടല്ലേ? ആ, അല്ലായിരുന്നെങ്കിൽ അവളെ ഇപ്പൊ പോലീസ് കൊണ്ടുപോയേനെ. അതിനെക്കുറിച്ച് നീ അധികം സംസാരിക്കണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലേ അതിന്റെ വീതം പലപ്പോഴായിട്ട് നീയും പറ്റിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ തമ്മിത്തല്ലാതിരിക്കേ. ഞാൻ ആലോചിക്കുന്നത് ആ ധൈര്യമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം നമ്മുടെ വീട്ടിൽ തന്നെ കുഴിച്ചിടുക. എന്റെ വിജയ്, ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം ഈ വീടിനകത്ത് തന്നെ എവിടെയോ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണെത്തൂന്ന് അവള് ഭയന്നു. അല്ലെങ്കിൽ ആ കനകയുണ്ടല്ലോ, അവൾ ഈ വീടിനകത്ത് മുഴുവൻ പാഞ്ഞു നടക്കുകയല്ലേ. അവളുടെ കണ്ണിൽ പെടുമെന്ന് ഭയന്നിട്ടുണ്ടാവും. അപ്പോ അതിനെ ഒളിപ്പിക്കാൻ സുരക്ഷിതമായ ഒരിടം വേണം. അതിനാ അവൾ ഈ കൃഷി തുടങ്ങിയത്. അതാവുമ്പോ ആരും നോക്കില്ലല്ലോ. ആ ചെടിച്ചട്ടി വീണ് പൊട്ടിയില്ലെങ്കിൽ ഇതാരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? വേദേ, ഇനി അവളെ നമ്മുടെ ആരുടെയും മുറിയിൽ കയറ്റരുത്. അത് മാത്രമല്ല, ഒരു കാരണവശാലും അവളെ ഈ വീട്ടിൽ തനിച്ചാക്കി നമ്മളെല്ലാവരും കൂടി പുറത്തു പോകാനും പാടില്ല. പോയി തിരിച്ചു വരുമ്പോഴേ ഈ വീട് തന്നെ ഉണ്ടാവില്ല. അല്ല, സാധാരണ എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോ മാനത്ത് നിന്നെത്തുന്ന പോലെ അളിയൻ കൃത്യമായിട്ട് എത്തുന്നതാ. ഇന്നതല്ല സംഭവിച്ചത്. ആ മിത്ര അളിയനെയും കൊണ്ട് വരികയായിരുന്നു. ചേച്ചി, നന്ദിനെ ഇവിടുന്ന് ഓടിക്കുന്നത് ചിന്തിക്കുന്നതിനേക്കാളും പ്രശ്നമാണ് മിത്ര ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ഇപ്പൊ നോക്കിയേ, അവൾ പതുക്കെ പതുക്കെ മമ്മിയുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. നമ്മളോട് സംസാരിക്കുമ്പോ അവളുടെ ഒരു ചിരിയ രീതിയൊക്കെ കണ്ടില്ലേ? ഞാൻ കാണുന്നുണ്ട്. അവൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അവൾ ഇനി ഇങ്ങോട്ട് കയറാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പണി. അപ്പോ ഞാൻ കുറച്ച് തല വിയർക്കേണ്ടി വരും. മണ്ണാങ്കട്ട വിജയ്, ഇന്ന് വരെ നേരെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിനെ എന്തെങ്കിലും ആലോചിക്കാൻ താൻ സമ്മതിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും ആലോചിച്ചു വരുമ്പോ അത് മണ്ടത്തരം എന്ന് പറയും. അതെ, പ്രയോഗിച്ച ബുദ്ധി വളരുന്നത് അത് തനിക്കറിയില്ല. മതി. എന്തായാലും അവളെ കൊണ്ട് നമുക്കൊരു കാര്യമുണ്ടായി. മമ്മിക്ക് നമ്മളോടുള്ള ചെറിയ ചെറിയ ഇഷ്ടക്കുറവൊക്കെ അങ്ങ് മാറി. ഇനി നമ്മള് കണ്ണും പൂട്ടി അങ്ങ് മമ്മിയുടെ കൂടെ നിന്നാ മതി. മമ്മിക്ക് രസം പിടിക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ ഒന്ന് ദ്രോഹിക്കണം. അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചാ മതി. മമ്മിയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമ്മളങ്ങ് നിന്നു കൊടുത്താൽ മാത്രം മതി. അതിനുള്ള മാർഗം നമുക്ക് കിട്ടിക്കോളും.